വയനാട് വയനാട് ജില്ല നിലവിൽ വന്നത് 1980 നവംബർ 1-നാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ജില്ലയുടെ പേരിൽ സ്ഥലമില്ലാത്ത 2 ജില്ലകളിൽ ഒന്നാണ് വയനാട്. ജില്ലാ ആസ്ഥാനം കൽപ്പറ്റയാണ്. വയനാട് ജില്ലയിലെ ഒരേയൊരു മുനിസിപ്പാലിറ്റി കൽപ്പറ്റയാണ്. പുറൈക്കീഴ് നാട് എന്നറിയപ്പെടുന്നത് വയനാടാണ്. കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. കടൽ തീരവും റെയിൽവേയും ഇല്ലാത്ത ജില്ലയാണ് വയനാട്. അപ്പോൾ വയനാട് ജില്ല നിലവിൽ വന്നത് 1980 നവംബർ 1-നാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ജില്ലയുടെ പേരിൽ സ്ഥലമില്ലാത്ത 2 ജില്ലകളിൽ ഒന്ന് വയനാടാണ്. ജില്ലേൻ്റെ ആസ്ഥാനം കൽപ്പറ്റ. വയനാട് ജില്ലയിലെ ഒരേയൊരു മുനിസിപ്പാലിറ്റിയാണ് കൽപ്പറ്റ. പുറൈക്കീഴ് നാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാടാണ്. കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. കടൽ തീരവും റെയിൽവേയും ഇല്ലാത്ത ജില്ലയാണ് വയനാട്. പട്ടികവർഗ അനുപാതത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിക്കുരുവും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. 2 അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള താലൂക്കാണ് സുൽത്താൻ ബത്തേരി. പഴയകാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം സുൽത്താൻ ബത്തേരിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരേയൊരു സീതാദേവി ക്ഷേത്രമാണ് വയനാട്ടിലെ പുൽപ്പള്ളി. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് തിരുനെല്ലിയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് വയനാട്ടിലെ തിരുനെല്ലി. അപ്പോൾ പട്ടികവർഗ അനുപാതത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പിക്കുരുവും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. 2 അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള താലൂക്കാണ് സുൽത്താൻ ബത്തേരി. പഴയകാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം സുൽത്താൻ ബത്തേരിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരേയൊരു സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളി, വയനാട്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ തിരുനെല്ലിയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് തിരുനെല്ലി. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങയിലാണ്. ട്രൈബൽ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് വയനാട്ടിലാണ്. വേൾഡ് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലാണ്. ജൈനമത വിശ്വാസികൾ കൂടുതലുള്ള ജില്ലയാണ് വയനാട്. ചെമ്പ്ര ഹിൽ വയനാട് ജില്ലയിലാണ്. എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്. സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി, ചെതലയം എന്നീ വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. വയനാട്ടിലൂടെയാണ് കബനി ഒഴുകുന്നത്. അപ്പോൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങയാണ്. ട്രൈബൽ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് വയനാട്ടിലാണ്. വേൾഡ് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലാണ്. ജൈനമത വിശ്വാസികൾ കൂടുതലുള്ള ജില്ലയാണ് വയനാട്. ചെമ്പ്ര ഹിൽസ് വയനാട് ജില്ലയിലാണ്. എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്. സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി, ചെതലയം എന്നീ വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. കുറുവ ദ്വീപ് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ. വയനാട്ടിലെ ശുദ്ധജല തടാകമാണ് പൂക്കോട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട്. വയനാട്ടിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 212, ഇപ്പോൾ NH 766. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. സ്പ്ലാഷ് എന്ന മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാടാണ്. മുത്തങ്ങ കലാപം നടന്ന വർഷം 2003 ഫെബ്രുവരി 19-നാണ്. അപ്പോൾ കുറുവ ദ്വീപ് കബനി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ. വയനാട്ടിലെ ശുദ്ധജല തടാകമാണ് പൂക്കോട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട്. വയനാട്ടിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 212 അഥവാ NH 766. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. സ്പ്ലാഷ് എന്ന മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാടാണ്. മുത്തങ്ങ കലാപം നടന്ന വർഷം 2003 ഫെബ്രുവരി 19-നാണ്. ഗദ്ദിക എന്ന മന്ത്രവാദ ചടങ്ങ് നിർവഹിക്കുന്നത്
വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്താണ് അമ്പലവയൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി. ഇന്ത്യയിൽ ആദ്യമായി ലോക മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായത് പൊഴുതനയാണ്. നരിക്കൂത്ത് എന്ന പ്രാചീന അനുഷ്ഠാനം ഉണ്ടായിരുന്ന ജില്ലയാണ് വയനാട്. ബ്രഹ്മഗിരി മലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. അപ്പോൾ ഗദ്ദിക എന്ന മന്ത്രവാദ ചടങ്ങ് വയനാട്ടിലുണ്ട്. അതുപോലെ കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്താണ് അമ്പലവയൽ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി. ഇന്ത്യയിൽ ആദ്യമായി ലോക മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായത് പൊഴുതനയാണ്. നരിക്കൂത്ത് എന്ന പ്രാചീന അനുഷ്ഠാനം ഉണ്ടായിരുന്ന ജില്ലയാണ് വയനാട്. ബ്രഹ്മഗിരി മലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. മൈസൂരിനെയും വയനാടിനെയും യോജിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. വയനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടിയിലാണ്. പഴശ്ശിരാജാൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ എന്നാണ്. തലക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812 വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, കുറുമർ, കാട്ടുനായ്ക്കർ, അടിയാൻ, കാടൻ, ഊരാളി എന്നിവർ. അപ്പോൾ മൈസൂരിനെയും വയനാടിനെയും യോജിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. വയനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് പഴശ്ശിരാജ. ഈ പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടിയിലാണ്. പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ എന്നാണ്. തലക്കൽ ചന്തു സ്മാരകം പനമരമാണ്. കുറിച്യ കലാപം നടന്നത് 1812 വയനാട് ജില്ലയിലുള്ള ആദിവാസി വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, കുറുമർ, കാട്ടുനായ്ക്കർ, അടിയാൻ, കാടൻ, ഊരാളി എന്നിവർ. ഓക്കെ, താങ്ക് യു.